എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തന്നെയാണ്. ഇത്രമാത്രം ആളുകളുടെ ജനഹൃദയങ്ങളിലേക്ക് കടന്നു കയറാൻ പറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. ബിഗ് ബോസിന് മുന്നേ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരാളും തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു, സ്നേഹം പങ്കുവയ്ക്കുന്നു. അതൊക്കെ ഒരു മഹാഭാഗ്യമായിട്ട് കരുതാണ്. എന്നെപ്പോലുള്ളൊരു സാധാരണക്കാരന് സന്തോഷിക്കാൻ ഇതിനപ്പുറം എന്ത് വേണം? അതിന് ഇപ്പോൾ പറയില്ലേ നമ്മൾ എന്താ പറയുക, കേക്കിൻ്റെ മുകളിൽ ഐസ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ റോയ് സാറിനെ മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സാധാരണക്കാരൻ എന്ന ഞാൻ എന്നെ വിളിച്ച് 10 ലക്ഷത്തിൻ്റെ ഒരു എമൗണ്ട് തരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം കിട്ടാനില്ല. അതുപോലെ ഇപ്പോൾ ചില ന്യൂസുകൾ ഇപ്പോൾ വരും. അതുപോലെ വന്നതായിരുന്നു, അനീഷേട്ടന് ഏതോ ആഡംബര വില്ലയുണ്ട് ഗൾഫിൽ, ആരോ സമ്മാനമായി തരാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസുകൾ. അത് ഞാൻ ആദ്യം വിചാരിച്ചു പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചു. അതൊരു ഓൾറെഡി എനിക്കറിയാം അത് തെറ്റായിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പുറകെ പോകണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീണ്ടും എന്നെ അറിയുന്ന ആളുകളും അതുപോലെ തന്നെ അയച്ചു. അപ്പോഴും ഞാൻ വിചാരിച്ചു വേണ്ട എന്ന്. പക്ഷേ പിന്നീട് അതൊരു ലിമിറ്റ് വിട്ടു പോയപ്പോൾ എനിക്ക് തോന്നി അതിന് പ്രതികരിക്കണം എന്ന്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ വീണ്ടും ഞാൻ പറയുന്നു, എനിക്ക് ദുബായിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില്ലയോ ഗോൾഡൻ വിസയോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. അത് ഫേക്ക് ന്യൂസ് ആണ്. അതേപോലെ തന്നെ കുറെ വിമർശനങ്ങൾക്ക് അനീഷേട്ട ഉത്തരം പറയുന്നില്ല. PR-ന്റെ പേരിലുള്ള വിമർശനങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട്. അനീഷേട്ടന് PR ഉണ്ട്, ഒരാൾക്കും കൊടുക്കേ അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോൺ അവിടെ വെക്കുന്നു, ഹൗസിനുള്ളിലേക്ക് കയറുന്നു. പിന്നീട് എൻ്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ആളുകൾ എന്നെ സ്നേഹിച്ചു. ആ ആളുകളുടെ സ്നേഹം കിട്ടി. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. നമുക്ക് എന്താ പറയുക, ബിഗ് ബോസിൽ നമ്മുടെ പെർഫോമൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവം കണ്ടിട്ടോ കുറേ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകളുടെ സ്നേഹം കിട്ടി എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ആളുകളുടെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം നന്ദി മാത്രമേ ഉള്ളൂ. ഇത്തരം വിമർശനങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതികരിക്കാണ്ടിരിക്കുന്നത്? സത്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തണ്ടേ എന്നുള്ളൊരു ബോധ്യമില്ല. ഒരുപാട് വിമർശനങ്ങൾ, ഒരു തരത്തിലും കഴമ്പില്ലാത്ത വിമർശനങ്ങൾ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രതികരിക്കേണ്ടതിന് പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ പ്രതികരിച്ചിട്ട് അതിങ്ങനെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതികരിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പ്രതികരണം ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും ഇനി ഉണ്ടാവുക. ആവശ്യമില്ലാത്ത കഴമ്പില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റുപിടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അനീഷേട്ടന് എയർപോർട്ടിലടക്കം ആരെങ്കിലും ഏതെങ്കിലും കോണ്ടസ്റ്റിനെ കുറിച്ച് ചോദിച്ചാലും അനീഷേട്ടൻ ഒന്നും സംസാരിക്കാറില്ല. ഈവൻ ഞാൻ മൂലം ഒരു പ്രശ്നം മറ്റുള്ളവർക്ക് ഉണ്ടാവരുത് എന്നുള്ള തീരുമാനത്തിന്റെ പുറത്താണ് ആരെക്കുറിച്ചും പ്രതികരിക്കേണ്ട എന്നുള്ളൊരു ഫീല് വന്നു. ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ അവരായിട്ട് സൗഹൃദമാണ്. എനിക്ക് ആരുമായിട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് ഞാൻ അവരെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടത്? എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള സൗഹൃദമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ബിഗ് ബോസിന് ശേഷം ആരെങ്കിലും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇപ്പോൾ ഷാനവാസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല, ഇന്ന ആൾ വിളിച്ചു എന്നൊന്നും പറയുന്നില്ല. നമ്മളുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം സൗഹൃദങ്ങളാണ്. അത് എല്ലാ കാര്യങ്ങളും നമുക്ക് മീഡിയയോട് പറയാനോ അങ്ങനെ പറ്റില്ല. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്, ഞാൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് ഹൃദയത്തിൽ വെച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്ഷിപ്പും എന്ന് പറയുന്നത് വളരെ 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 ക്ലോസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ മീഡിയയ്ക്ക് മുന്നിൽ എക്സ്പോസ് ചെയ്യാനായിട്ട് ഞാൻ